ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ടിട്ടായിരുന്നു കേട്ടോ. ഒരു 3-4 മണിക്കൂറായി പച്ചരി വെള്ളത്തിലിട്ടിട്ട് ഇപ്പോൾ കുതിർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഒരു 3-4 വട്ടം കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിലിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുതിർന്ന അരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൽ ആ വെള്ളം തന്നെ നല്ല വെള്ളമാണ് കേട്ടോ. അപ്പോൾ അത് തന്നെ അരച്ചെടുത്താൽ നല്ലതാണ്. നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കണം നല്ലതാണ് കേട്ടോ. മാവ് പൊന്താനൊക്കെ നല്ലമാതിരി പൊന്തി കിട്ടാനൊക്കെ നല്ലതാണ് ആ വെള്ളത്തിൽ തന്നെ. ദോശയ്ക്ക് അരയ്ക്കായാലും നമ്മൾ നല്ലവണ്ണം 3-4 വട്ടം കഴുകിയിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളത്തിൽ തന്നെ കുതിർന്ന ശേഷം ആ വെള്ളത്തിൽ തന്നെ അരച്ച് കെട്ടിയാൽ കഴിഞ്ഞാൽ നന്നായി വീർക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആ അരി അരച്ച് കൊണ്ടുവന്നിട്ട് അതൊരു ബൗളിൽ ഒഴിച്ച് വെച്ചു കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ 3 ഉരുളൻകിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ തൊലി കളഞ്ഞ് പുഴുങ്ങി വെന്ത ഉരുളൻകിഴങ്ങാണ് ഇതേ കണ്ടോ, 3 ഉണ്ട്. അപ്പോൾ ആ 3 നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് നന്നായി ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം ഒരു മുട്ട നമ്മളതിലേക്ക് ഉടച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുട്ട ഉടച്ച് വെച്ചിട്ട് ഇനി അത് നന്നായി അടച്ചിട്ട് നമുക്ക് ഒന്ന് നന്നായി പൊടിച്ച് വരാം കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് മിക്സായി അടിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ശേഷം ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി അരയ്ക്കാം കേട്ടോ. ഒന്ന് പൊടിഞ്ഞ പോലെ അതിൻ്റെ. അപ്പോൾ ഒന്നുകൂടി ഒരു തുള്ളി വെള്ളം വെച്ചിട്ട് നന്നായി അരച്ചെടുക്കുക. ഇത് അരച്ച് നന്നായി കൊണ്ടുവന്നിട്ട് ആ മുട്ടയുടെ വെള്ളമൊക്കെ കൂടിയിട്ട് അരച്ച് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നന്നായി നല്ല സോഫ്റ്റായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അത് ആ അരി അരച്ചലിക്ക് വീറ്റി 2 കൂടി മിക്സാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് അരി അരച്ച് വെച്ച ബൗളില്ലേ അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. ഉരുളൻകിഴങ്ങും മുട്ടയും കൂടി അടിച്ച് കൊണ്ടുവന്നത്. ഇനി അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായ മാവായി. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് 1 ടീസ്പൂണോളം ചേർത്ത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മുളക് ഒന്ന് പൊടിച്ചത് കേട്ടോ. ഒറ്റമുളക് ഉണ്ടല്ലോ, അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചത് അത് ചേർത്ത് കൊടുത്തു. പിന്നെ മല്ലിച്ചപ്പ് കുറച്ചെല്ലാം അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. എല്ലാം കൂടി ആയിട്ട് മിക്സാക്കി എടുക്കാം. ഞാൻ പച്ചമുളക് ചേർക്കണില്ല കേട്ടോ, കുട്ടികൾക്ക് കഴിക്കണ്ടല്ലോ. അപ്പോൾ കടിക്കുമ്പോൾ പച്ചമുളക് കടിച്ച് കഴിഞ്ഞാൽ അവർ കഴിക്കില്ല. അപ്പോൾ ചെറിയൊരു എരിവിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒറ്റമുളക് പൊടിച്ച് ചേർത്ത് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി മിക്സാക്കിയിട്ട് നമുക്ക് ഇളക്കിയതിന് ശേഷം ഒന്ന് കുറച്ച് നേരം ഇങ്ങനെ അധികം ലൂസ് വേണ്ട കേട്ടോ. കൈ കൊണ്ട് നമുക്ക് എണ്ണയിലേക്ക് പിടിച്ചിടാനുള്ളത്. അപ്പോൾ ഈ ലൂസ് മതി. മാവ് കറക്റ്റിന് ലൂസിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ട നല്ല സോഫ്റ്റ് ഉണ്ട് മാവ്. കണ്ട ഇതുപോലെ ഇരിക്കണം കേട്ടോ മാവ്. അപ്പോൾ 2 പച്ചരിയും അതും കൂടിയൊക്കെ നന്നായി മിക്സാക്കി ഇളക്കിയതിന് ശേഷം പിന്നെ ഒരു പാൻ വെച്ച് എണ്ണ ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ കൈ കൊണ്ട് കുറേശ്ശെ ഇങ്ങനെ ഒറ്റിക്കട്ടോ. കണ്ട എണ്ണ തിളച്ചപ്പോൾ അതിലേക്ക് കുറേശ്ശെ ഇങ്ങനെ ഒറ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൊന്തി വരും. കണ്ട നല്ല പോള പോലെ നല്ല ടേസ്റ്റ് ആട്ടോ. നല്ല സോഫ്റ്റായ പലഹാരമാണ്. നല്ല രസത്തിൽ വരുന്നുണ്ട് പൊന്തിയിട്ട്. കണ്ട പൊന്തി വരണ അടിയിൽ നിന്ന് എണ്ണയിലേക്ക് ഇങ്ങനെ ഒറ്റിക്കുമ്പോഴേക്കും മുകളിലേക്ക് പൊന്തി വരണുണ്ട്. അതുപോലെ വായിലിട്ട് അലിഞ്ഞ് പോകുന്ന പറഞ്ഞ പോലെ പെട്ടെന്ന് അങ്ങനെ നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. അതിലിട്ട് ഒന്ന് കടിക്കുമ്പോഴേക്കും അത് നല്ല സോഫ്റ്റായി കാരണേ ഉള്ളൊക്കെ ഇങ്ങനെ പൊള്ള പോലെയാണ് പൊന്തിയിട്ട്. അപ്പസോടക്കാര ഒന്നും ചേർത്തിട്ടല്ല, ഇതിൽ ഉരുളൻകിഴങ്ങ് മുട്ടയൊക്കെ ചേർത്തതിൻ്റെ ഗുണമാട്ടോ. അത് നല്ല മാതിരി സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ അടിഭാഗം ഒരുവിധമായി കണ്ട ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ പൊന്തിയെടുക്കണമല്ലോ. വെറുതെ ഒന്ന് ആ ചട്ട കൊണ്ട് ഇളക്കി കൊടുത്ത് കുറച്ച് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ട വെന്തു മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ആദ്യത്തെ ട്രിപ്പ് ഇട്ടത് കോരിയെടുക്കട്ടെ എണ്ണയെന്ന്. ഇതൊക്കെ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. എന്ന് വെച്ചാൽ അവർക്ക് ഇങ്ങനെ നടന്ന് കഴിക്കാനായിട്ട് ഇത് ഉണ്ടാക്കിക്കൊണ്ടാൽ കഴിക്കാൻ നല്ലത്. ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ എയർ കിടക്കാത്ത വല്ല ഡപ്പയിലാക്കി വെക്കണം കേട്ടോ ചൂടാറിന് ശേഷം, അല്ലെങ്കിൽ വേഗം തണുത്ത് പോവും. ഉണ്ടാക്കി വിട്ടാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ്. അപ്പോൾ 2ാം ട്രിപ്പ് ഇത് എണ്ണയിലേക്ക് വീണ്ടും ബാക്കിയുള്ള മാവ് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കട്ടെ. ഒരു കയ്യിലെടുക്കുക, കുറേശ്ശെ ഒറ്റിച്ച് ഇങ്ങനെ ഇതുപോലെ ഉണ്ടാക്കുക കേട്ടോ. ഇതല്ലേ ഇപ്പം ഇനി ഉണ്ണിയപ്പത്തിൻ്റെ ഒക്കെ ചെറിയ ഉരുളി ഉണ്ടാവില്ലേ, കുഴിയുള്ളത്, അതിൽ വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് അപ്പം പോലെ ഉണ്ടാക്കുകയും ചെയ്യുക. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടത്തിന് ചെയ്യാട്ടെ. എങ്ങനെയാകുമ്പോൾ നല്ലതിൽ മൊരിഞ്ഞിങ്ങനെ കിട്ടും. എണ്ണയിൽ ഇങ്ങനെ കിടന്ന് റോസ്റ്റായിട്ട് കിട്ടും. നല്ല ടേസ്റ്റ് ആട്ടോ കൂടുതൽ കഴിക്കാൻ. ഉണ്ണിയപ്പം പോലെ ഉണ്ടാക്കണേക്കാളും ടേസ്റ്റ് ഇങ്ങനെ കഴിക്കും. അപ്പോൾ 2ാം ട്രിപ്പും ഞാൻ ഒക്കെ 2ാം ട്രിപ്പിനുള്ള ഒരു പാത്രം നിറയെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 മിനിറ്റ് കഴിഞ്ഞാൽ അടിഭാഗം ഒരു വിധം ആയോടെങ്കിൽ മറിച്ച് ഇങ്ങനെ ഇളക്കി പതുക്കെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കട്ടതേ കണ്ട. അപ്പോഴേക്കും ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും 2 ഭാഗം ഒരുപോലെ വെന്ത് കിട്ടിയിട്ട്. അപ്പോൾ അത് എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. കണ്ട വെറുതെ പോള പോലെയാണ്, കനായില്ല. ഉള്ളിങ്ങനെ കടിക്കുമ്പോഴേ നല്ല ക്രിസ്പി ആയിട്ടിട്ട മുകൾ ഭാഗം, ഉള്ളിൽ പൊള്ള പോലെയും. അപ്പോൾ നല്ല
കഴിക്കാൻ നല്ല പാനിപൂരിയുടെ ഇതുപോലെ ഉണ്ട്. എന്തായാലും ഇത് ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പമുള്ള പോലെ കേട്ടോ, കുട്ടികൾക്കും കഴിക്കാൻ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കി. ഇപ്പോൾ ഞാൻ അതിൽ നിന്ന് ഉണ്ടാക്കിയെന്ന് കണ്ട ഒരെണ്ണടുത്ത് പൊട്ടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ മോൾ ഭാഗം നല്ല ക്രിസ്പിയും കണ്ട, ഉള്ളിങ്ങനെ പദം പോലെ ആയിട്ട് കണ്ട, ഉള്ളിൽ പിന്നെ പൊത്ത് പോലെ കണ്ട, അധികം കനത്തിൽ മാവൊന്നുമില്ല, നല്ല ഇങ്ങനെ സോഫ്റ്റായി പൊന്തി വന്നിട്ടാ അത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പുതുതായി വല്ലവരും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ബായ്.